ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഷീഷ് തവൂക്ക് ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ള തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു കഷ്ണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് വേണ്ടത്. ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കവും സബോളയും ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ബാംബൂ സ്ക്യൂവേഴ്സ് ആണ്. മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതുപോലെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഉണ്ടായിരുന്ന മസാലയിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ പകുതി ചിക്കനും പകുതി വെജിറ്റബിൾസും ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും നല്ലത്. കാരണം ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. 4 സൈഡും അതുപോലെ തന്നെ ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് 12 മിനിറ്റാണ് ഗ്രിൽ ചെയ്തെടുത്തത്. ഇവിടെ വെജിറ്റബിളും ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ചെയ്യരുത്, അത് വല്ലാതെ ഹാർഡായി പോവും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്